എസ് അജയ്കുമാർ എഴുതിയ മനഃശാസ്ത്ര കഥ യൂണിവേഴ്സിറ്റി കോളേജ്. തെറ്റിദ്ധരിക്കരുത്, ഇതൊരു പ്രണയകഥയല്ല. എന്തുകൊണ്ടോ ക്യാമ്പസ് അന്തരീക്ഷവുമായി പ്രണയത്തിലായ മൂർത്തിയുടെ കഥയാണ്. യൂണിവേഴ്സിറ്റി കോളേജിനെക്കുറിച്ച് ഒരു ഫീച്ചർ ചെയ്യുന്നതിനിടെയാണ് മൂർത്തിയെ പരിചയപ്പെട്ടത്. ഒരിക്കൽ മറ്റുള്ളവർക്ക് കൊടുത്ത സ്നേഹം, കടം, സഹായമൊക്കെ നമുക്കൊരു കഷ്ടകാലം വരുമ്പോൾ മടക്കി കിട്ടുമെന്ന് നമ്മൾ സ്വപ്നം കാണും. പക്ഷേ മഴ ദിനങ്ങൾ ശരിക്കും കടന്നു വരുമ്പോൾ എന്താണുണ്ടാവുകയെന്ന് ദൈവത്തിനറിയാം. സംസാരത്തിനിടെ മൂർത്തി പറഞ്ഞു. അത് കേട്ടപ്പോൾ ഒരുപാട് വർഷങ്ങളായി ആ ക്യാമ്പസിൽ തലയെടുപ്പോടെ നിന്ന മുത്തശ്ശി തേന്മാവിനെ, ലൈബ്രറിക്ക് പിന്നിൽ ഉപയോഗശൂന്യമായി കിടന്ന പുരാതന ആട്ടുകല്ലിനെ എനിക്ക് ഓർമ്മ വന്നു. ആളുകളെ മുന്നോട്ട് വലിച്ചു കൊണ്ടുപോകുന്നത് സ്വപ്നങ്ങളാണ്, അല്ലെങ്കിൽ വിശ്വാസങ്ങൾ. യാഥാർത്ഥ്യങ്ങളോ വസ്തുതകളോ അല്ല. ആളുകൾക്കത് നന്നായി അറിയാം. പക്ഷേ അവർ വീണ്ടും സ്വപ്നങ്ങൾ കാണുന്നു, വിശ്വാസം വച്ചു പുലർത്തുന്നു. മൂർത്തി ഒരു തത്വചിന്തകരെ പോലെ വിശദീകരിച്ചു. വസ്തുതകളുടെ പരുപരുത്ത ശൂന്യതയിൽ നിന്ന് എല്ലാവർക്കും പുതിയ പാഠങ്ങൾ കണ്ടെത്താനാവില്ല. ശുഭാപ്തി വിശ്വാസം കണ്ടെടുക്കാനാവില്ല. പക്ഷേ ഒരിക്കൽ യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് തുടങ്ങാനായാൽ പിന്നെ കാര്യങ്ങൾ വളരെ എളുപ്പമാണ്. കൃഷ്ണമൂർത്തി ഉറപ്പിച്ചു പറഞ്ഞു. ലോകത്തുള്ള എല്ലാ മനുഷ്യരും അവസരവാദികളാണ്, സ്വാർത്ഥരാണ്. എല്ലാവരും എന്ന് പറയുന്നതിൽ നമ്മൾ ഉൾപ്പെടുന്നുണ്ടെന്ന തിരിച്ചറിവ്, അതാണ് വേണ്ടത്. മറ്റുള്ളവരിലേക്ക് മാത്രം വിരൽ ചൂണ്ടിയാൽ കാര്യം കുഴയും. കൃഷ്ണമൂർത്തി ഉപമയിലേക്ക് കടന്നു. മാവിൽ മാങ്ങയുള്ളപ്പോൾ മാത്രമേ ആളുകൾ മാവിലേക്ക് കല്ലെറിയുകയുള്ളൂ. തണലിനായി മാവിൻ ചുവട്ടിൽ കയറി നിൽക്കുന്നവർ മടങ്ങിപ്പോവും. അക്കാര്യം നമ്മൾ ഓർമ്മ വയ്ക്കണം. ടൺ കണക്കിന് അരിയും ഉഴുന്നും അരച്ചു കഴിഞ്ഞാലും ആട്ടുകല്ലിന് തേയ്മാനം മാത്രമാണ് ഉണ്ടാവുക. പക്ഷേ ഉപയോഗശൂന്യമായി നശിക്കുന്നതിന് ഭേദം തേഞ്ഞ് തേഞ്ഞ് ഇല്ലാതാവുന്നതാണ്. മൂർത്തി എന്താണ് പറഞ്ഞു വരുന്നതെന്ന് മനസ്സിലായില്ല. അതെന്തായാലും ആട്ടുകല്ലും തേന്മാവും ആ ക്യാമ്പസിൽ കുറേ വർഷങ്ങളായി മൂകസാക്ഷികളെ പോലെ നിലനിന്നിരുന്നു. കൃഷ്ണമൂർത്തിയോ? അയാളും ഒത്തിരി വർഷങ്ങളായി ആ ക്യാമ്പസിൽ ഒരു സുപരിചിത സാന്നിധ്യമായി തുടർന്നു. പഠനം പൂർത്തിയായ ശേഷവും കുറേ വർഷങ്ങൾ. അത്രയും എഴുതി കഴിഞ്ഞപ്പോൾ തുടക്കം നന്നായോ എന്നറിയാൻ വേണ്ടി ഞാൻ കോപ്പി എഡിറ്റർ സുധീർ ബാബുവിനെ കൈമാറി. കൃഷ്ണമൂർത്തി ഇപ്പോഴും ക്യാമ്പസിലുണ്ടോ? കോപ്പിയിലൂടെ കണ്ണോടിച്ച സുധീർ ബാബു അത്ഭുതപ്പെട്ടു. കൃഷ്ണമൂർത്തി അറിയാമോ? ഞാൻ ചോദിച്ചു. അറിയാം എന്നു പറഞ്ഞ ശേഷം സുധീർ ബാബു ജനാലയിലൂടെ പുറത്തേക്ക് നോക്കിയിരുന്നു. കുറേ നേരം. ഒരുപാട് വർഷങ്ങളായി മൂർത്തി ക്യാമ്പസിലാകെ നിറഞ്ഞു നിന്നു. പഴക്കം ചെന്ന തേന്മാവിൻ ചുവട്ടിൽ, പുരാവസ്തുവായ ആട്ടുകല്ലിനരികെ, ഇടനാഴികളിൽ, ക്യാൻറ്റീനിൽ, ലൈബ്രറിയിലൊക്കെ മൂർത്തി ഉണ്ടാവും. വർഷങ്ങൾ കഴിയുമുറയ്ക്ക് കൃഷ്ണമൂർത്തിക്ക് ചുറ്റും കൂടിയവർ മാറിക്കൊണ്ടിരുന്നു. എല്ലാവരും മാറുന്നു. കൃഷ്ണമൂർത്തി മാത്രം തുടർന്നു. തേന്മാവും ആട്ടുകല്ലും തുടർന്നു. പക്ഷെ ഒടുവിൽ ആ തേന്മാവിൻ്റെ, ആട്ടുകല്ലിൻ്റെ തുടർച്ച നഷ്ടപ്പെടാൻ പോകുന്നു. ക്യാമ്പസ് വികസനത്തിൻ്റെ ഭാഗമായാണിത്. എങ്കിലും തേന്മാവ് പഴക്കം കൊണ്ട് ഊർന്നു വീഴാറായെന്നും പഴയ മട്ടിലുള്ള കൂറ്റൻ ആട്ടുകല്ല് ഇപ്പോഴൊരു പുരാവസ്തു മാത്രമാണെന്നും അധികൃതർ വ്യക്തമാക്കാൻ ശ്രമിച്ചു. തേന്മാവ് മുറിച്ചു മാറ്റുന്നതിനെതിരെ പ്രതിഷേധം ഉയർന്നതിനെ തുടർന്നാണ് അങ്ങനെയൊരു ന്യായീകരണം വേണ്ടിവന്നത്. പ്രകൃതി സ്നേഹികൾ മാത്രമല്ല, പൂർവ്വ വിദ്യാർത്ഥികളും പ്രതിഷേധവുമായി രംഗത്തു വന്നു. ആ പ്രശ്നത്തെക്കുറിച്ച് വൈകാരിക സ്പർശനമുള്ള ഒരു ഫീച്ചർ. എനിക്ക് കിട്ടിയ അസൈൻമെൻറ്റ് അതായിരുന്നു. ഒരുപാട് പൂർവ്വ വിദ്യാർത്ഥികൾ നൊസ്റ്റാൾജിയ പോലെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന തേന്മാവിനെയും ആട്ടുകല്ലിനെയും കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നതിനിടെ യാദൃശ്ചികമായാണ് മൂർത്തിയെക്കുറിച്ച് കേട്ടത്. മൂർത്തിയുമായി സംസാരിച്ചു കഴിഞ്ഞപ്പോൾ സ്റ്റോറി മൂർത്തിയിൽ നിന്ന് തന്നെ തുടങ്ങണമെന്ന് തോന്നി. കല്ലിൽ നിന്ന് തന്നെയും കഥയുണ്ടാക്കാനാവണം. അതാണ് ജേർണലിസം. സുധീർ ബാബു ആവർത്തിച്ചു. വാക്കുകൾ കൂടരുത്. തങ്കഭസ്മം തൂക്കുന്ന ഏകാഗ്രതയോടെ ആവണം ഓരോ വാക്കുകളും തിരഞ്ഞെടുക്കാൻ. പ്രധാനപ്പെട്ട എന്തെങ്കിലും എഴുതാനായി പേന എടുക്കുമ്പോഴൊക്കെ സുധീർ ബാബുവിൻ്റെ വാക്കുകൾ ഓർക്കും. ഓരോ സ്റ്റോറി എഴുതുമ്പോഴും കരിയറിലെ ഉയർച്ച ആ സ്റ്റോറിയെ മാത്രം ആശ്രയിച്ചാണെന്ന് കരുതാനാവണം. എന്തിന് അത്രയൊക്കെ തല കളയണം? പരസ്യം ക്യാൻവാസ് ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ ഒന്നാമതല്ലേ? എനിക്കൊപ്പം ജോലിയിൽ പ്രവേശിച്ച ദിനേശ് ഇടയ്ക്ക് പറഞ്ഞുകൊണ്ടിരുന്നു. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ പത്രത്തിൻ്റെ സിറ്റി ഓഫീസിന് മുന്നിലെ വലിയ ബോർഡിൽ ന്യൂസ് ബ്യൂറോ എന്നായിരുന്നു. ഇപ്പോഴതിൽ പരസ്യ കൗണ്ടർ എന്നും കൂടിയുണ്ട്. പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടും വിധം ജേർണലിസവും ഒരു ടൂർ ഇൻ വണ്ണായി മാറിയിരിക്കുന്നു. ന്യൂസ് റിപ്പോർട്ടിങ്ങിൽ വരെ പെയ്ഡ് ജേർണലിസം ഒരു സാധാരണ കാര്യമായിരിക്കുന്നു, പ്രത്യേകിച്ച് ദൃശ്യമാധ്യമങ്ങളുടെ കാര്യത്തിൽ. അമ്മയും അച്ഛനും മിക്കവരുടെയും ജീവിതത്തിലെ 2 തണൽ മരങ്ങൾ. പക്ഷേ സൗഹൃദ വഴിയിൽ അത്തരം തണൽ മരങ്ങൾ ഉണ്ടാവുക അപൂർവം. എന്നാൽ കൃഷ്ണമൂർത്തി ഒരുപാട് പേർക്ക് അങ്ങനെ എന്തോ ഒന്നായിരുന്നു. അടുത്ത കൂട്ടുകാർക്ക് മാത്രമല്ല, ക്യാമ്പസിൽ മൂർത്തിയോട് ഇടപെട്ടിരുന്ന എല്ലാവർക്കും. ആർക്കും ഒരു പ്രതിസന്ധി ഘട്ടം വന്നാലും മൂർത്തി ഒരു പിടിവള്ളിയാവും. ക്യാമ്പസ് സൗഹൃദങ്ങൾക്ക് വേണ്ടി ക്യാൻറ്റീനിൽ തന്നെ മൂർത്തി ലക്ഷങ്ങൾ ചെലവിട്ടുണ്ടെന്നാണ് കണക്ക്. ക്യാമ്പസിൽ മൂർത്തി പിന്നിട്ട വർഷങ്ങളുടെ, അയാളുടെ വിലപ്പെട്ട സമയത്തിൻ്റെ കാര്യമോ? പെട്ടെന്ന് പിടികിട്ടാത്ത ഒന്നായിരുന്നു മൂർത്തി. നിസ്വാർത്ഥത, ശക്തമായ സ്വാതന്ത്ര്യബോധം, പെട്ടെന്ന് എന്തും കുടഞ്ഞെറിയുന്ന, അവസാനിപ്പിക്കുന്ന ശൈലി, കടന്നു ചെല്ലാത്ത ഇടങ്ങൾ കുറവ്.
ഒന്നിനോട് ഗുഡ് ബൈ പറഞ്ഞാൽ അടുത്തതിലേക്ക്. ഏതോ നിയോഗം പോലെ. കായിക വിനോദങ്ങളുടെ കടുത്ത ആരാധകൻ. കായിക വിനോദങ്ങൾക്കായി പലതും വേണ്ടെന്ന് വെച്ചു. ഒരു ജോലി വരെ. ഏതോ ക്രിക്കറ്റ് മത്സരം കാണാൻ വേണ്ടി മൂർത്തി ലീവ് ചോദിച്ചു. കമ്പനി അനുവദിച്ചില്ല. മൂർത്തി രാജിവെച്ചിറങ്ങി. ഹോക്കി അസോസിയേഷൻ, ഫുട്ബോൾ ക്ലബ്, അക്വാട്ടിക് അസോസിയേഷൻ, ക്രിക്കറ്റ് അസോസിയേഷൻ. മൂർത്തി സ്വന്തം നഗരത്തിൽ അങ്ങനെ പലത് രൂപീകരിച്ചു. ചിലതിൽ അംഗം, ചിലതിൽ സെക്രട്ടറി. ഇടയ്ക്ക് സ്പോർട്സ് റിപ്പോർട്ടറായി. പുതിയ കായിക പ്രതിഭകളെ കണ്ടെത്തി, പ്രോത്സാഹിപ്പിച്ചു. 2-3 സിനിമകളിൽ, ചില സീരിയലുകളിലും മുഖം കാട്ടി. എന്നും വിദ്യാർത്ഥികൾക്കൊപ്പം. പ്രായം പ്രശ്നമായില്ല. പാർട്ടി ഏതെന്ന് ചോദിച്ചാൽ മൂർത്തി ചിരിച്ചുകൊണ്ട് വിദ്യാർത്ഥി സംഘടനയുടെ പേര് പറയും. ഒരിക്കൽ പൊതു തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. കെട്ടിവച്ച തുക പോയി. എങ്കിലും പ്രകടന പത്രിക നടപ്പാക്കി. വിശാലമായ ഒരു കളിയിടം, ഒറ്റയ്ക്കുള്ള പ്രഭാത സവാരി. വൈകുന്നേരങ്ങളിൽ കൂടുതലും നടന്നു തീർത്തു. നിലത്തേക്ക് നോക്കി വശം ചരിഞ്ഞ് പതിയെയുള്ള നടത്തം. കണ്ടുമുട്ടുന്ന പരിചയങ്ങളോട് കുശലം. സ്കൂൾ കുട്ടികളെ കാണുമ്പോൾ പഴയ നഴ്സറി പാട്ട് പൊടിതട്ടി. മൂർത്തിക്ക് മുന്നിൽ ഹാജർ വച്ച ചങ്ങാതിക്കൂട്ടങ്ങൾ. പ്രത്യേക താല്പര്യങ്ങളോ രാഷ്ട്രീയമോ അവിടെ പ്രശ്നമായില്ല. മൂർത്തി ക്യാമ്പസിൽ കാലുകുത്തിയത് മുതൽ അയാൾക്ക് ചുറ്റും ആരാധകരുടെ സദസ്സുമുണ്ടായിരുന്നു. കോളേജിലെ തന്റെ കോഴ്സ് കഴിഞ്ഞയുടനെ മൂർത്തിക്ക് ജോലി കിട്ടി, അതേ നഗരത്തിൽ. എന്നിട്ടും എങ്ങനെയും സമയം കണ്ടെത്തി മൂർത്തി ക്യാമ്പസിൽ കറങ്ങി നടന്നു. മൂർത്തിയുടെ കൂട്ടുകാരും ആരാധകരും സമയം ചെലവിട്ട തേന്മാവിന്റെ ചുവട്ടിൽ, ആട്ടുകല്ലിനരികെ എവിടെയും മൂർത്തിയായിരുന്നു ഹീറോ. മൂർത്തിയുടെ വീട് എവിടെയാണ്? സിറ്റിയിൽ തന്നെയായിരുന്നു. എന്നാൽ മൂർത്തി ലോഡ്ജുകളിൽ മാറി മാറി താമസിച്ചു. വീട്ടിൽ കാര്യമായ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആ പ്രശ്നങ്ങളെക്കുറിച്ച് കൃത്യമായി ആർക്കും ഒന്നും അറിയില്ലായിരുന്നു. ഇപ്പോൾ ഏതോ ലോഡ്ജിൽ സ്ഥിര താമസം. ജോലി ഇപ്പോഴില്ല. ആ ഫീച്ചർ വിചാരിച്ച സമയത്ത് എഴുതി പൂർത്തിയാക്കാനായില്ല. ഓർക്കാപ്പുറത്ത് പുതിയ അസൈൻമെന്റ് വന്നു. ഒരു ഫുൾ പേജ് അഡ്വർട്ടോറിയൽ. പത്രമുതലാളിക്ക് വേണ്ടപ്പെട്ട രാഷ്ട്രീയക്കാരന്റെ വീരകഥകൾ. പെയ്ഡ് ജേർണലിസത്തിന്റെ അപകടങ്ങൾ ഓർത്തുള്ള മടുപ്പോടെ അത് തയ്യാറാക്കുമ്പോൾ മൂർത്തിയുടെ സ്റ്റോറി അടുത്ത ആഴ്ചയിലേക്ക് മാറ്റിവെക്കേണ്ടി വന്നു. എങ്കിലും എഡിറ്റർ സുധീർ ബാബു പ്രാധാന്യത്തോടെ തന്നെ ആ സ്റ്റോറി വീക്കെൻഡ് മാഗസീനിൽ പബ്ലിഷ് ചെയ്തു. മൂർത്തിയെ കൊണ്ട് രക്ഷപ്പെട്ട് വളരെ ഉയരങ്ങളിലെത്തിയ പലരുമുണ്ട്. പക്ഷേ ആ പ്രശസ്തരുടെ അഭിമുഖങ്ങളിലോ ഓർമ്മക്കുറിപ്പുകളിലോ മൂർത്തി കടന്നു വരാറില്ല. പിന്നീട് കണ്ടപ്പോൾ സുധീർ ബാബു പറഞ്ഞു, വിമാനയാത്രയ്ക്കിടെയുണ്ടായ അതിപ്രശസ്തരുമായുള്ള കണ്ടുമുട്ടലുകളെക്കുറിച്ചോ അതിലൂടെയുണ്ടായ വഴിത്തിരിവുകളെക്കുറിച്ചോ കഥകൾ പറയാനാണ് അവർക്കൊക്കെ ഇഷ്ടം. സുധീർ ബാബു പുച്ഛത്തോടെ പറഞ്ഞു. ഒരിക്കൽ ഭൂമിയിലൂടെ നടന്ന നാളുകൾ ഓർക്കുന്നത് സുഖകരമല്ലാത്തതുകൊണ്ടാവാം അവർ മൂർത്തിയെ ഓർക്കാത്തത്. അല്ലെങ്കിൽ സ്വയം ഗ്ലാമറൈസ് ചെയ്യുന്ന ഓർമ്മകൾ പങ്കിടാനാവാം അവർക്കിഷ്ടം. വീണ്ടും ചില മാസങ്ങൾ കഴിഞ്ഞാണത്. ഒരു ദിവസം യൂണിവേഴ്സിറ്റി കോളേജിന് മുന്നിലൂടെ പോകുമ്പോൾ കൃഷ്ണമൂർത്തി പെട്ടെന്ന് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ക്യാമ്പസിന്റെ ഉയരം കുറഞ്ഞ മതിൽക്കെട്ടിലൂടെ അകത്തേക്ക് നോക്കി ഒറ്റയ്ക്ക് നിൽക്കുന്ന കൃഷ്ണമൂർത്തി. വിശ്വാസം വരാതെ ഞാൻ ഒന്നുകൂടി ശ്രദ്ധിച്ചു നോക്കി. കൃഷ്ണമൂർത്തി തന്നെയായിരുന്നു അത്. മൂർത്തിയുടെ വേഷം കൂടുതൽ മുഷിഞ്ഞിരുന്നു. തലമുടിയും താടിരോമങ്ങളും വളർന്നിറങ്ങിയിരുന്നു. കടൽ കൈവിട്ട നാവികന്റെ ചിത്രം ഓർമ്മ വന്നു. പക്ഷേ അത്തരമൊരു വിഷാദം മൂർത്തിയെപ്പോലുള്ള ഒരാളെ പിടികൂടുവോ? 1 മണിക്കൂറോളം കഴിഞ്ഞ് ആ വഴി മടങ്ങുമ്പോഴും മൂർത്തി അതേ നിൽപ്പ് തുടർന്നു. ശിരസ് നഷ്ടപ്പെട്ട പഴയ ആ തേന്മാവ് പോലെ. സായനവേലിൽ അയാളുടെ നിഴൽ ക്യാമ്പസിലേക്ക് വീണ് കിടന്നു. കടുത്ത ഏകാന്തത പ്രതിഫലിക്കുന്ന ഒരു ലോങ് ഷോട്ട് പോലെ ഹോണ്ട് ചെയ്യുന്ന മൂർത്തിയുടെ ആ നിൽപ്പ് വല്ലാത്തൊരു വൈകാരിക തീവ്രതയിലേക്ക് വളരുകയാണെന്ന് തോന്നി. ആ നിൽപ്പ് തുടർന്നുകൊണ്ടേയിരിക്കുന്ന മൂർത്തി. കൂടുതൽ മുഷിഞ്ഞ വസ്ത്രങ്ങൾ, ക്രമരഹിതമായി ചിതറിക്കിടക്കുന്ന മുടിയിഴകൾ, മുഖരോമങ്ങൾ. ഫീച്ചറിന്റെ അവസാന ഭാഗം ഓർമ്മ വന്നു. കുറേ തലമുറകളുടെ ഓർമ്മകളിലെ പച്ചപ്പായ തേന്മാവും പഴക്കം ചെന്ന ആട്ടുകല്ലും നീക്കം ചെയ്യപ്പെടുകയാണ്. ഇനി അതൊക്കെ ചിലരുടെ മനസ്സിലെ ഓർമ്മകൾ മാത്രമാണ്. മൂർത്തിയെ അവിടെ നിന്ന് മടക്കി കൊണ്ടുപോകാനായി ആരും കടന്നു വരില്ല. മൂർത്തി ഒഴികെ മറ്റെല്ലാം മുന്നോട്ട് കുതിക്കുകയാണ്. ഒന്നും മടങ്ങി വരില്ല ആരും. എന്തുകൊണ്ടാണ് അങ്ങനെ എഴുതിയത്? ഒരുപക്ഷെ ആ അഭിമുഖത്തിന്റെ മൂർത്തി പറഞ്ഞ വിചിത്രമായ കാര്യങ്ങൾ കേട്ടിട്ടാവണം. മൂർത്തിയെക്കുറിച്ച് ആദ്യം കേൾക്കുമ്പോൾ ആർക്കും തോന്നുന്ന സംശയങ്ങൾ മാത്രമായിരുന്നു എൻ്റെ ചോദ്യങ്ങൾ. കടം കൊടുത്തവ തിരിച്ചു കിട്ടിയില്ലെങ്കിലോ? പെട്ടെന്ന് ഞാൻ ചോദിച്ചു. ഒന്നും പ്രതീക്ഷിക്കാതെയാണ് കൊടുത്തത്. പക്ഷെ അങ്ങനെ ചിന്തിക്കാനാവുന്നത് ഗീതോപദേശം തലയ്ക്കു പിടിച്ചതുകൊണ്ടല്ല. പിന്നെ മടക്കി കിട്ടില്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കൊടുത്തത്. ക്യാൻറ്റീനിലും മറ്റും ചിലവിട്ടത് കൂടാതെ പലർക്കും ലോണായി കൊടുത്തിട്ടുണ്ടെന്ന് കേട്ടല്ലോ. ശരിയാണ്, 12 ലക്ഷത്തോളം. അതും മടക്കി ചോദിച്ചില്ല? ഇല്ല. ചോദിക്കാതെ തന്നെ അവർ മടക്കി തരുമെന്ന് വിചാരിക്കുന്നുണ്ടോ? ഇല്ല. ഇപ്പോഴത്തെ സ്വന്തം ചെലവുകൾ ബാങ്കിലുണ്ട് കുറച്ച്. അത് കഴിഞ്ഞാൽ ഒരുപക്ഷെ മഴ ദിനങ്ങൾ കടന്നു വന്നാൽ? മൂർത്തി ആകാശത്തേക്ക് നോക്കി. എസ് അജയ്കുമാർ എഴുതിയ മനഃശാസ്ത്ര കഥ, യൂണിവേഴ്സിറ്റി കോളേജ്. തെറ്റിദ്ധരിക്കരുത്, ഇതൊരു പ്രണയകഥയല്ല. എന്തുകൊണ്ടോ ക്യാമ്പസ് അന്തരീക്ഷവുമായി പ്രണയത്തിലായ